സർ, സി പി എമ്മിനും ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിക്കും വിശേഷ മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ ഉണ്ടായിട്ടുള്ള ജനവിരുദ്ധ വികാരം ഇപ്പോൾ അതിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ സർ, ഭരണം പിടിക്കാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി എന്ന രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയത്തിലെ കൗശലം, വളരെ കുശാഗ്ര ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണല്ലോ, അദ്ദേഹം ഒരു പദ്ധതി, ഒരു രഹസ്യ പദ്ധതിയുടെ പണിപ്പുരയിലാണ്, അല്ലെങ്കിൽ ആ രഹസ്യ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. അദ്ദേഹം തയ്യാറായി കഴിയുമ്പോഴായിരിക്കും സി പി എം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സാർ, എന്താണ് സാർ ആ രഹസ്യ പദ്ധതി? ഭരണവിരുദ്ധ വികാരം അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക്, സി പി എമ്മിന്, ഇടതുമുന്നണി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാന കക്ഷിയായ സി പി ഐ എമ്മിൻ്റെ ഉള്ള ഒരു തിരിച്ചടിയാണ് ഈ ഇലക്ഷനിൽ കിട്ടിയത്. ഘടകകക്ഷികളെ ഒന്നും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ തിരിച്ചടിയുടെ കാരണം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഈ തിരിച്ചടിയുടെ കാരണം. അപ്പം ഇത് മറികടക്കാനായിട്ട് ഇപ്പോൾ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ പരിണതപ്രജ്ഞനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പിണറായി വിജയൻ വളരെ ഗൂഢമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതായിട്ടാണ് സൂചനകൾ. അതിന് 3 മുഖങ്ങളുണ്ട് ആ പദ്ധതിക്ക്. ഒന്ന്, ഈ ലീഗൽ ആസ്പെക്റ്റിലൂടെ എതിരാളികളെ കുരുക്കുക. അതാണ് ഇപ്പം ഈ പലർക്കെതിരെ കേസെടുക്കുന്നതും. ഇപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ തന്നെ അവർക്കെതിരെ കേസ് പോവുക. ഈ കേസൊന്നും കോടതിയിൽ നിലനിൽക്കത്തില്ലെന്നും ജയിക്കത്തില്ലെന്നും ഒക്കെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പിണിയാളുകൾക്കും ഒക്കെ അറിയാം. പക്ഷെ അവരുടെ വായടപ്പിക്കാനുള്ള ഒരു തൽക്കാലത്തേക്ക് ഇലക്ഷൻ വരെ അത് ഒരു ഭാഗത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിലും ഇത് സ്വീകരിക്കും. അത് ഞാൻ വിശദമായിട്ട് രണ്ടാമത് പറയാം. പിന്നെ രണ്ടാമത്തെ ആ പോർമുഖം എന്ന് പറയുന്നത് സോണിയ കുടുംബത്തെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധിപ്പിക്കുക. അതിന് കിട്ടാവുന്ന സോഴ്സുകളും അല്ലെങ്കിൽ ഇതുവരെ പൊതു ഇടത്തിൽ വന്നിട്ടുള്ള സോണിയ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങളും ആയിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധിപ്പിക്കുക. അതിനാണ് പോറ്റിയുടെയും സോണിയാഗാന്ധിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടത്. അത് മറ്റൊരു ഭാഗം. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അസ്തപ്രജ്ഞമായി പോകും. കാരണം കോൺഗ്രസ് കൂടുതലും ഇന്ത്യയിലും പ്രശ്നമാണ്. കൂടുതൽ ജനശ്രദ്ധയിലേക്ക് സോണിയ കുടുംബം വരും. അതും പ്രശ്നമാണ്. അത് കാരണം അവർ മിണ്ടത്തില്ല. അതാണ് അതിൻ്റെ രണ്ടാമത്തെ തന്ത്രം. ഇനി മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക. അങ്ങനെ ചേരിതിരിവ് സൃഷ്ടിക്കാൻ പാവം വെള്ളാപ്പള്ളി നടേശൻ്റെ തലയിൽ വലിയ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ കൊണ്ട് 89ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കൊണ്ട് പല പ്രസ്താവനകൾ ഇറക്കിക്കുന്നു. അതാണ് അതിൻ്റെ മൂന്നാമത്തെ തന്ത്രം. അപ്പോൾ ആദ്യ തന്ത്രം തൊട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, നിയമവും ഉപയോഗിച്ച് ശബരിമല SIT അന്വേഷണത്തെ അട്ടിമറിക്കുക, പാർട്ടിക്കാരെ അതിൽ നിന്ന് രക്ഷിക്കുക, സമൂഹത്തിൽ പിണറായിക്കും കുടുംബത്തിനും പാർട്ടിക്കും ഇടതുമുന്നണിക്കും ഒക്കെ എതിരെ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ അല്ലെങ്കിൽ സാമൂഹിക പ്രക്ഷോഭങ്ങൾ നടത്തുന്നവരെ അവരെ ഒന്ന് വായടപ്പിക്കുക. ഈ തന്ത്രമാണ്. അപ്പം നമുക്ക് തുടക്കത്തിൽ ഈ SIT അന്വേഷണത്തിൽ പാർട്ടിക്കാർ പലരും, ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, മുൻ MLA, CPM-ൻ്റെ മുൻ MLA-യുമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ. അതുപോലെ തന്നെ വാസു പാർട്ടി മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആളാണ് വാസു. വിജയകുമാർ ഇപ്പം വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി. വിജയകുമാർ കിടക്കും. പിന്നെ ഇനി വരാനോ കടകംപള്ളി ഇതിലെ ഒരു പ്രധാന കണ്ണിയാണ്. മുൻ ദേവസ്വം മന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടുത്ത കണ്ണിയാണ്. അപ്പോൾ കോടതി ആകട്ടെ ഈ അന്വേഷണത്തിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ CPM അട്ടിമറിക്കുന്നോ എന്ന് സംശയിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിനൊരു ഗൂഢലക്ഷ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കാനുള്ള കാരണം ഈ അന്വേഷണം ഇപ്പം തുടങ്ങി. ഇപ്പം അതായത് മുരാരി ബാബുവിനെയും അയാളാണല്ലോ പ്രധാനപ്പെട്ട ഒരു പ്രതി ഈ കേസന്വേഷണത്തിൽ. അതുപോലെ പോറ്റിയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് 60 ദിവസം കഴിഞ്ഞു. 10 വർഷം തടവ് പരമാവധി കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ 60 ദിവസത്തിനുള്ളിൽ പ്രാഥമിക കുറ്റപത്രമെങ്കിലും കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് പറ്റുന്നില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ എല്ലാവിധ അർഹതയുമുണ്ട്. കോടതി ഇനി പ്രതികളെ വെറുതെ ജയിലിലിട്ടേക്കാൻ അനുവദിക്കത്തില്ല.
അതായത് ഈ പറയുന്ന പോറ്റിയും മുരാരി ബാബുവും പിന്നെ വേറൊരു കക്ഷിയും കൂടിയുണ്ട്, സുധീർ കുമാർ, അയാള് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അതെ. ഇവർക്കൊക്കെ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത വരും. ജാമ്യം കിട്ടാനാണ് സാധ്യത. ജാമ്യം ഇനി അങ്ങനെ ഒരു കോടതിക്കും ചുമ്മാതെ പിന്നെ സാർ, അപ്പോൾ ഒരു കുറ്റം സംശയം. തെളിയിക്കപ്പെടാത്ത സാർ, ഒരു പ്രതിയെ സംശയം. പറ്റില്ല. ചോദിച്ചോളൂ. ഈ SIT അന്വേഷണ സംഘം ഇങ്ങനെ ഇത് വൈകിപ്പിക്കുന്നതിന്റെ പിന്നിൽ സർക്കാരിന്റെ സമ്മർദ്ദമായിരിക്കുമോ? അതിൽ കോടതി ഇടപെടില്ലേ? അല്ല, കോടതി രണ്ടു വട്ടം SIT അന്വേഷണ സംഘത്തെ പേരെടുത്ത് വിമർശിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അന്വേഷണം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവര് നാളെ ഈ അന്വേഷണം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പിണറായി സർക്കാരിന്റെ കീഴിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അതിൽ വെങ്കടേഷിനെ പോലുള്ള ADGP നാളെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പിന്നെ ഹോം മിനിസ്റ്ററുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു വിരോധത്തിന് പാത്രമാകാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി അവരൊക്കെ കാണിക്കും. അത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം കോടതിയുടെ നിരീക്ഷണം ഉണ്ടെന്ന് കോടതിക്ക് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കോടതിക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഇവരെയൊക്കെ ഈ അന്വേഷണ ടീമിൽ നിന്ന് മാറ്റുക എന്നതോ, അല്ലെങ്കിൽ ഇവരെ കോടതിയിൽ വിളിച്ച് നിർത്തി ശാസിക്കും. ഇവരെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ, സർവീസിൽ നിന്ന് പിരിച്ചുവിടില്ലല്ലോ, ട്രാൻസ്ഫർ പോലും ചെയ്യില്ല. അന്വേഷണ ടീമിൽ നിന്ന് അവരെ എടുത്തു മാറ്റും, കുറേ വിമർശനം നടത്തും, അവർ കുറേ ന്യായം കോടതിയുടെ മുമ്പിൽ പറയും, പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന് പറയും, തെളിവ് ലഭിക്കുന്നില്ല എന്ന് പറയും, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വർണ്ണമാണ് അത് ഉരുകിപ്പോയി എന്ന് പറയും. അപ്പോൾ ഈ ഉരുക്കിയ സ്വർണത്തിന്റെ ഭാഗമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ കേസ് മുന്നോട്ട് പോകും? ഇനി സംഭവിക്കാൻ പോകുന്നത് പോറ്റിയും പിന്നെ മുരാരി ബാബുവും ഒക്കെ വെളിയിലിറങ്ങിയാൽ പോറ്റി ഈ പറയുന്ന സർക്കാരോ പോലീസ് തന്നെ ഒരുപക്ഷെ ചോർത്തി വിട്ടതായിരിക്കും. ആ പടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പോറ്റിക്ക് എവിടൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന്. അങ്ങ് ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ ബന്ധമുണ്ട്. സോണിയാഗാന്ധി തൊട്ട് പിണറായി വിജയൻ വരെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത ഫോട്ടോകളാണ്. എന്തായാലും അവരുമായിട്ടൊക്കെ നേരിട്ട് കാണാൻ അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് അവരൊക്കെ ഇതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും അവിടം വരെ എത്താൻ തന്നെ ഒരു സ്വാധീനശേഷി വേണം. അങ്ങനെ നിങ്ങളോ ഞാനോ വിചാരിച്ചാൽ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് കിട്ടുമോ? ഇപ്പം നിങ്ങൾ ഈ ചാനലിൽ ഇരിക്കുന്നു, നിങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമീപിക്കാൻ എങ്ങനെ സമീപിക്കണമെന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയാവോ ആരാണ് ഡൽഹിയിലെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്? ഞാൻ പറഞ്ഞു വരുന്നത് അത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്നും ചുമ്മാ കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ കുറ്റപത്രം ഇത്രയും ദിവസം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാധീന ശേഷിയുള്ള പ്രതികൾ, അല്ലെ അക്യൂസ്ഡ് പ്രതികൾ എന്ന് കുറ്റാരോപിതർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെയാണെങ്കിൽ അവർ തെളിവ് നശിപ്പിക്കില്ലേ? അവർ പിന്നെ ഇതുപോലെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കില്ലേ? ഞാൻ സംശയം ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം ആകെ സംശയത്തിന്റെ നിഴലിൽ വരികയും കുത്തഴിഞ്ഞ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ലീഗൽ പോയിന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരാം. അതായത് അതൊരു രാഷ്ട്രീയമാണ്, അത് രാഷ്ട്രീയ നീക്കമാണ്. ഈ രാഷ്ട്രീയ നീക്കത്തില് CPM ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ശബരിമല വിഷയം BJPക്കല്ല, കോൺഗ്രസിനാണ് പ്രയോജനം ചെയ്യുക. കാരണം 2019 മുതൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ വരെ നമ്മൾ നോക്കുമ്പോൾ ഈ ഊർധ്വശ്വാസം മരിക്കാൻ പോയിട്ട് കട്ടിലെ കിടക്കുന്ന കോൺഗ്രസ് ശബരിമല എന്ന് പറയുന്ന ഒരു ഡ്രിപ്പ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയതുപോലായി എഴുന്നേറ്റിരുന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ കോൺഗ്രസ് ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്ന് വീണ്ടും തല്ലാൻ വരികയാണ്. ഇവിടെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തേ പറ്റും. കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുക. കാരണം കോൺഗ്രസ് പിന്നെ വാ തുറക്കത്തില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അവർക്ക് അത്ര പേടിയില്ല. സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചഴിച്ചാൽ അത് പിന്നെ നാളെ സോണിയയുടെ ഓഫീസിൽ നിന്ന് പറയുക നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നേതാക്കന്മാരുടെ അടപ്പ് തെറിക്കും. സോണിയ എന്ന് പറഞ്ഞാൽ അവരുടെ മുട്ടിടിക്കും. അവിടെ അങ്ങോട്ട് എല്ലാം പറ്റത്തില്ല. ആ വാതൊക്കെ ചെന്നാൽ അവർ മൂത്രമൊഴിക്കും. അപ്പം ഇത് സംഭവിക്കും. ഇപ്പം ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം രാവിലെ പത്രമൊക്കെ എടുത്ത് നോക്കുക. ആ പത്രത്തിലെല്ലാം ഒരു വാർത്തയുണ്ട്. ചില പത്രങ്ങളിൽ പേര് കൊടുത്തിട്ടുണ്ട്, ചിലതിൽ പേര് കൊടുത്തിട്ടില്ല. ഡൽഹിയിലുള്ള ഉന്നതനായ രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നെ രണ്ട് ബന്ധുക്കൾ എന്ന് പറയും. അതിലെ
ചില പത്രങ്ങളിൽ കൃത്യമായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. അത് സോണിയാഗാന്ധിയുടെ സഹോദരി അലക്സാണ്ട്രിയ. ആ അലക്സാണ്ട്രിയ എന്ന സ്ത്രീക്ക് ഇറ്റലിയിലെ ഗണപതി എന്നു പേരായ ഒരു ആന്റിക് ഷോപ്പുണ്ട്. അവിടെ ഇന്ത്യൻ സാധനങ്ങളാണ് മുഴുവൻ വിൽക്കുന്നത്. ആ ഗണപതി ആന്റിക് ഷോപ്പിൽ നിന്നും ഇന്ത്യൻ പുരാവസ്തുക്കൾ കടത്തി, ഇന്ത്യയിലെ പുരാവസ്തുക്കൾ അങ്ങോട്ട് കടത്തുന്നു എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ആരോപണം, എനിക്ക് തോന്നുന്നു 2003 എന്തോ ആണ് ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ കേസുണ്ടായി, പക്ഷേ ഇതിലൊന്നും സംഭവിച്ചില്ല. ഈ കേസിലൊന്നും സംഭവിച്ചില്ല. സ്വാമി ഇപ്പം മോഡിയുടെ ഗുഡ് ബുക്സിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഇതുപോലെ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിൽക്കുന്ന, എന്നാൽ വ്യക്തമായ തെളിവില്ലാത്ത ആരോപണങ്ങളാണ് ഈ സോണിയ കുടുംബത്തിന് നേരെ വന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ സഹോദരി ആന്റിക് ബിസിനസ് നടത്തുന്നുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരും ഇതിനകത്തിൽ വരുന്നുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ വാദ്രയ്ക്ക്, ഈ റോബർട്ട് വാദ്രയ്ക്ക് ഇത്തരം കച്ചവടമൊക്കെ ഉണ്ടായി എന്നുള്ള ചില ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് മുഖ്യമായിട്ടത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇതിലേക്ക് വലിച്ചെടുക്കാനായിരിക്കണം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. അതായത് സോണിയ കുടുംബത്തിനെ മൊത്തത്തിൽ ഈ പോറ്റിയുമായിട്ടുള്ള ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ സോണിയ കുടുംബത്തിനെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിന്റെ വായടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രതിരോധത്തിലാവും. ഈ ചോദ്യം ചോദിക്കാമല്ലോ. ഇപ്പം നമുക്കിപ്പോൾ അവരാണ് എടുത്തതെന്ന് പറയുന്നില്ലെങ്കിലും ചോദ്യം ചോദിച്ച് സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാമല്ലോ. അങ്ങനെ സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ച് വാർത്തകളിലേക്ക് അവരെ വലിച്ചഴിച്ചു. അങ്ങനെ വാർത്തകളിലേക്ക് വലിച്ചഴച്ചത് അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ ലക്ഷ്യമാണ് ഞാനീ പറഞ്ഞ ത്രിമുഖ തന്ത്രത്തിലെ രണ്ടാമത്തെ തന്ത്രം. ഇനി നമ്മുടെ സമയം തീരാറായിരിക്കുകയാണ്. മൂന്നാമത്തെ തന്ത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇത് രണ്ടും കൂടി കഴിയുമ്പോഴാണ് പിന്നെ സമൂഹത്തിൽ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ക്രിസ്മസിന്റെ സമയം തൊട്ട് അത് തുടങ്ങി. ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കരോൾ സംഘങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. ഈ കരോൾ സംഘം സാധാരണക്കാരെ ആക്രമിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്, രണ്ടുമുണ്ട്. അത് നമ്മൾ പറയാറില്ല. ഇപ്പം കൊച്ചിയിൽ ഒരു കരോൾ സംഘം ഒരു വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് ഗൃഹനാഥന്റെ 2 പല്ലുപോയ ആളും ക്രിസ്ത്യാനി തന്നെ ആയിരുന്നു. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 കരോൾ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് വലിയ സാമൂഹ്യ പ്രശ്നം ഉണ്ടായി. 10-20 ആൾക്കാർ ആശുപത്രിയിലൊക്കെ. അതോടൊപ്പം പാലക്കാട് ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചു എന്നും പറയുന്നു. അതിൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് പറയുന്നു, മറ്റു പലരും ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ശരി, ഇത് അപ്പോഴത്തേക്കും ഒരു വർഗീയ ചർച്ചയിലേക്കും അങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനകൾ നോക്കുക. ആ പ്രസ്താവന ലീഗിനെതിരെ നടത്തുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും സമൂഹത്തിൽ ഒരു തിരിവ് സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. മുസ്ലിം ലീഗ് വീണ്ടും അധികാരത്തിൽ വരുന്നാൽ അവർ വീണ്ടും 3-ാം മാറാട് കലാപം ഉണ്ടാക്കാൻ കോപ്പ് കൂട്ടുകയാണെന്നുള്ള പ്രസ്താവന വരെ അദ്ദേഹം നടത്തി. ഒരു പത്രക്കാരനെ അദ്ദേഹം തീവ്രവാദി എന്ന് പറയുന്നു. അതെ, പാവം വെള്ളാപ്പള്ളി എൻ്റെ ഊഹത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന SNDP-യിലെ ഇലക്ഷൻ നടക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കണം. UDF വരുമ്പോൾ ഇലക്ഷൻ നടന്ന ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് അതിൽ ഇടിച്ചു കയറാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഇപ്പം ഇലക്ഷൻ നടത്തുകയും തുഷാറിനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാനും ഒക്കെയുള്ള ചില ശ്രമങ്ങളുണ്ടെന്നൊക്കെയുള്ള സൂചനകളുണ്ട്. എനിക്ക് 100% വ്യക്തമായിട്ടൊന്നും അറിയാൻ വയ്യ. എന്തായാലും വെള്ളാപ്പള്ളിക്ക് ഉടനെ ഇലക്ഷൻ നടത്തണം. അദ്ദേഹം തന്നെ ആയിരിക്കും ചിലപ്പോൾ ജനറൽ സെക്രട്ടറി ആവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി പല കാര്യങ്ങളും പറയിപ്പിക്കാൻ പിണറായിക്ക് പറ്റും. അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹത്തിനെ സമ്മർദ്ദ വിധേയനാക്കി ഒരുപാട് പ്രസ്താവനകൾ നടത്താനും, അപ്പൊ ചുരുക്കത്തിൽ സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വളരെ തന്ത്രപരമായ ഒരു സമീപനം, ഒരു ത്രിമുഖ തന്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഞാൻ പൊതുവിടത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നാളെ ഇത് എങ്ങനെ നടപ്പാക്കുന്നു, ഇത് ബുദ്ധിപൂർവ്വം നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും ചേരിതിരിവ് സൃഷ്ടിക്കാം. ഒരു കാര്യത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ BJP-യുടെ പോലും ചില ഇന്റേണൽ പോൾ സർവേകളൊക്കെ നടന്നു. ആ പോൾ സർവേയിൽ UDF അധികാരത്തിൽ വരുവാണെന്ന് പറയുമെങ്കിലും പരമാവധി അവർക്കൊരു 83-84 സീറ്റ്, 76 തൊട്ട് 84 സീറ്റ് വരെയുള്ള ഒരു കണക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല. വേണ്ടി വന്നാൽ ഈ ഇലക്ഷനെ ഈ റിസൾട്ടിനെ മാറ്റിയെടുക്കാം എന്നൊരു തോന്നല് ഒരുപക്ഷെ പിണറായിക്ക് ഉണ്ടായിരിക്കാം. കാരണം അത്ര വലിയ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ചെറിയ സംശയം ഞാൻ ഇതിൽ ചോദിച്ചോട്ടെ സാർ, ഒരു ചെറിയ കാര്യം കൂടെ. അതായത് ഈ സോണിയാഗാന്ധിയിലേക്ക് ഇങ്ങനെ ആരോപണം നീങ്ങുമ്പോൾ അത് കേന്ദ്രത്തിൽ
BJPയുടെ ഒരു ചെറിയ സപ്പോർട്ട് ഈ ആരോപണത്തിൽ CPM-ന് കിട്ടാൻ സാധ്യതയില്ല? കാര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യം. സോണിയാഗാന്ധിയെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ BJP ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആരോപണത്തിനൊപ്പം CPM-നൊപ്പം നിൽക്കുമോ? അതുകൂടെ ഒന്ന് പറയാമോ സാറേ? അതിനൊരു സാധ്യത കൂടെ അല്ല, CPM അങ്ങനെ കാണുന്നില്ല. ഒളിഞ്ഞു തോന്നുന്നില്ല. പിന്നെ ഇപ്പം പിന്നെ നരേന്ദ്രമോദി സർക്കാരിന് ഈ ആരോപണത്തിൽ സോണിയെ കൊടുക്കാനായിരുന്നെങ്കിൽ സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പം അവർക്ക് കൂടെ നിൽക്കാമായിരുന്നല്ലോ. പക്ഷെ അവരെന്തുകൊണ്ടോ ഈ ഇത്തരം ആരോപണങ്ങൾ, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും BJPക്ക് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രതിപക്ഷ നേതാവാണ് നല്ലതെന്നാണ് അവരുടെ വിലയിരുത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു പിന്നെ എന്താണ് ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. പക്ഷേ ഇയാളെ ഒന്ന് അടിച്ചൊതുക്കിയിടുക, പക്ഷെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണ്ട. എഴഞ്ഞു നടന്നോട്ടെ, ഈ ഞൊണ്ടി വേണമെങ്കിൽ നടന്നോട്ടെ, പക്ഷെ എഴുന്നേറ്റ് കൈ പഴയ വീശി ചട്ടമ്പിമാർക്ക് കൊടുക്കുന്ന നടക്കാനുള്ള ചില പഴയ ചട്ടമ്പിമാർക്ക് ഇങ്ങനെ അടി കൊടുക്കും. അതെ, അടി കൊടുത്ത് കൈയും കാലും ഒടിച്ചിടുക, പക്ഷെ കൊല്ലണ്ട. അതെ, അതാണ് അവരുടെ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ